ഓൾട്ടോന്റെ ഫ്രഷ് ഒക്കെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഒരു റേറ്റ് വരും. ആ ഒരു പ്രൈസിന് നമുക്ക് ഇതാണ് നല്ലൊരു SUV ഉണ്ടാവും. അത് ലോ കിലോമീറ്റർ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ഒരു ഏകദേശം ഫുൾ ഓൺ കയറും. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 7 സീറ്റർ ചെറിയ ബഡ്ജറ്റിൽ, അതും നമുക്ക് ഹോണ്ടയുടെ ഒരു വാഹനം പ്ലസ് നമുക്ക് ഫുൾ ഓൺ അല്ല. ഇത് 465 കൊടുക്കാം. 465 ഇത് നമുക്ക് ലോൺ ഏകദേശം എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ഒരു 4 രൂപന്റെ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാൻ. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം കേട്ടോ. 30 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ലോ കിലോമീറ്റർ കൂടി നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം. 40-30 റേഞ്ചിലൊക്കെ വണ്ടി ഇറക്കാം. ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബൈക്കിൽ നിന്ന് ഒരു കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഒരു 5000-ന്റെ ഒക്കെ താഴെയുള്ളൊരു EMI നമുക്ക് ഈ വാഹനത്തിന് വരുള്ളൂ എന്നുള്ളതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിന് ശേഷം ആദ്യമായിട്ട് റിയൽ ചോയ്സിൽ വന്നതാണ്. ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങൾ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ 7 സീറ്ററുകൾ നോക്കുകയാണെങ്കിലും മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു സൈഡ് നമുക്ക് SUV ബ്രസ്സുകളുടെ പല ജനറേഷൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ലിവ പല മോഡൽസുകൾ വരുന്നുണ്ട്, i20കൾ, അതേപോലെ ചെറുകാറുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി യാർഡാണ്. ഏകദേശം നമുക്കൊരു 10-60ഓളം വാഹനങ്ങളുണ്ട്. ഇന്ന് നമ്മളെ കൂടെ പുതിയൊരാളാണ് വീഡിയോയിൽ ആദ്യമായിട്ട് വരികയാണ്. ഇതുവരെ അർഷാദായിരുന്നു. ഇന്ന് തൽക്കാലം നമ്മളെ പുതിയൊരാളാണ് നിസാമാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. നിസാമ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നിസാമ നമ്മളൊരു കറക്റ്റ് റിയൽ ചോയ്സ് ഒക്കെ എത്തിച്ചേരാം? ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറത്തുനിന്ന് 2 കിലോമീറ്റർ, മലപ്പുറത്തുനിന്ന് 2 കിലോമീറ്ററിൽ നമ്മളെ MSP ക്യാമ്പിന്റെ ഒക്കെ അടുത്തായിട്ട് മുണ്ടോറമ്പ് കാവങ്ങൽ ബൈപ്പാസിലാണ് നമ്മുടെ ഷോറൂം. ഈ കാണുന്ന നമ്മൾ പാലക്കാട് കോഴിക്കോട് മലപ്പുറത്തിന്റെ ബൈപ്പാസ് ആണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ MSPന്റെ ഒക്കെ ബാക്ക് സൈഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ വരിക അല്ലേ? അതായത് മുണ്ടോറമ്പ് ബൈപ്പാസിലാണ് ഇനി റിയൽ ചോയ്സ് എന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ലൊക്കേഷൻ അയച്ചു തരും ചെയ്യൂല. അപ്പോൾ നമുക്ക് മലപ്പുറം KSRTC സ്റ്റാൻഡിൽ നിന്ന് കറക്റ്റ് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ അല്ലേ നമ്മുടെ ഷോറൂമിൽ ഉള്ളൂ. നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം അല്ലേ? എല്ലാം ഓഫറാണ്. മാക്സിമം പ്രൈസ് കുറച്ചിട്ടുള്ള റേറ്റ് ആണ് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്നത്തെ ഒരു ട്രെൻഡ് പറഞ്ഞാൽ SUVകളാണ് എല്ലാവരും നോക്കുന്നത്. അത് നമ്മുടെ തിരൂർ രജിസ്ട്രേഷനിൽ നല്ല ഫാൻസി നമ്പറും ലോ കിലോമീറ്റർ കൂടിയിട്ടൊരു റെനോയുടെ ഒരു കൈഗ്രേറ്റുമാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഡുവൽ ടൂൺ അല്ലേ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇതെങ്ങനെയായിരുന്നു? 2022 മോഡല്, 20,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. അപ്പോൾ ഈ ടയറൊക്കെ നോക്കി നിങ്ങൾ, ആ ഒരു 20,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2020 മോഡല് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം അല്ല. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ ആ ഒരു പുതിയൊരു വാഹനത്തിന് അതേ ഫീല്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, അതേപോലെ ഹാൻഡ് റെസ്റ്റ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്താണ്. ലോ കിലോമീറ്റർ ആണ്, അതേപോലെ സിംഗിൾ ഓൺഷിപ്പ് ആണ്, ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന. ഇത് പെട്രോളിൽ മാത്രമേ ഈ വാഹനം ഇറങ്ങിയിട്ടുള്ളൂ. സോ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു വാഹനം അല്ലേ? അതെ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നിസാം നമുക്ക് ഈ ഒരു വാഹനം? നമുക്ക് ഫൈനലായിട്ട് ഒരു 490 കൊടുക്കാം. 490. ഇന്നിപ്പോൾ നമ്മളൊരു വാഗ്നറൊക്കെ വാങ്ങണ അല്ലെങ്കിൽ ഒരു ഓൾട്ടോന്റെ ഫ്രഷ് ഒക്കെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഒരു റേറ്റ് വരും. ആ ഒരു പ്രൈസിന് നമുക്ക് ഇതാണ് നല്ലൊരു SUV ഉണ്ടാവും. അത് ലോ കിലോമീറ്റർ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ഒരു 50-60 ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത തവണ നമുക്ക് മെയിൻ്റെനൻസ് കുറവും അത്യാവശ്യം മൈലേജും എന്നാൽ നമുക്ക് കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ഒരു പറ്റുന്ന ഒരു അടിപൊളി 7 സീറ്റർ ആണ് ഹോണ്ടയുടെ BRV. അതും കേരള രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു ഇത്? ഡീസലാണ് അത് പെട്രോൾ ആണ്? ഡീസലാണ്. റീ രജിസ്ട്രേഷൻ 2017 മോഡൽ റീവണ്ടിയാണ് അല്ലേ? അതെ. ഇതിന്റെ ഒരു അട്രാക്ഷൻ 7 സീറ്റർ ആണെങ്കിലും ഡീസൽ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 18 മൈലേജ് കിട്ടുന്ന മെയിൻ്റെനൻസ് കുറവുള്ള ഒരു 7 സീറ്റർ വാഹനമാണ്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഒരു 1.25 റേഞ്ചിൽ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. മേജറായ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഇല്ലല്ലോ? മേജർ ഒന്നുമില്ല. അല്ല, അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സൈഡൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വാഹനം വരുന്നത്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു അപ് ടു 90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡീസലാണ്. അതേപോലെ തന്നെ ഏകദേശം 18 വരെ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ 7 സീറ്റർ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്കൊരു 5.25 രൂപ ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും? ഒരു 4.25 രൂപ വരെ ലോൺ ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അപ്പോൾ ഇന്റീരിയർ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത് ഇതിന്റെ സ്പേസസ് ആണ്. നല്ലൊരു ഫാമിലിക്ക്, വലിയൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു വാഹനം തന്നെ പറയാം. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വന്നിട്ടുണ്ട്, 2 സൈഡ് എയർ ബാഗ്, അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, നല്ല സ്പേഷ്യസ് ആണ്. നിലവിൽ നമുക്കൊരു വർക്കും ചെയ്യിക്കാറൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഒന്നുമില്ല. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് 7 സീറ്റർ തന്നെ ഒന്നുകൂടെ നമുക്ക് പെട്രോൾ ആണ് വരുന്നത്. എന്നാൽ ഒന്നുകൂടെ ബഡ്ജറ്റിൽ 7 സീറ്റർ നോക്കുന്നവർക്ക് ഹോണ്ടയുടെ തന്നെ മൊബിലിയോ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2014 മോഡൽ VX അല്ല? എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 80 സംതിങ് കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർ വണ്ടി അല്ലേ?
ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിപ്പെൻസ് നോക്കുമ്പോൾ മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് വളരെ മെയിൻ്റനൻസ് കുറവാണ് ഈ ഒരു വാഹനം. എന്നാൽ അത്യാവശ്യം നല്ല സ്പേസും കംഫർട്ടൊക്കെ ഉള്ള ഒരു വാഹനം. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? നമുക്കൊരു 365 ചോദിക്കുന്നുണ്ട്, ഒരു 3.5 റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റൂല. ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ഏകദേശം ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 7 സീറ്റർ ചെറിയ ബഡ്ജറ്റിൽ, അതും നമുക്ക് ഹോണ്ടയുടെ ഒരു വാഹനം പ്ലസ് നമുക്ക് ഫുൾ ലോൺ അല്ല. സെയിം അതാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത്. നമുക്ക് എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡല് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി അല്ല. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസലാണ്. ഇത് ഡീസലാണ്. ഇത് നമുക്ക് 7 സീറ്ററിൽ മൈലേജിനെ കൂടുതൽ കൺസിഡർ ചെയ്യുന്നവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം നമുക്ക് ഈ 18 മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ വാഹനമാണ്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 ലാഖിൻ്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. നമുക്കൊരു 4.25 റേഞ്ചിലൊക്കെ കൊടുക്കാം. 4.25 റേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും. മൈലേജ് കിട്ടുന്ന 7 സീറ്റർ. ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന്? ലോൺ ഏകദേശം ഒരു 4.5 റേഞ്ചിലൊക്കെ, 4.25 റേഞ്ചിലൊക്കെ. 10-25 രൂപ ഉണ്ടെങ്കിൽ ട്രാക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ടയോട്ട എത്തിയോസ് ലിവ നോക്കുന്നവർക്ക് ഡുവൽ ടൂണിൽ റെഡ് ആൻഡ് ബ്ലാക്കിൽ കൊല്ലം രജിസ്ട്രേഷനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ. 2018 അല്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചൂസയുടെ എയർ ബാഗ് കാര്യങ്ങള് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ്. സോ നമുക്ക് ചെറിയ ഓട്ടവും കാര്യങ്ങളും അതേപോലെയുള്ള പ്രവാസികളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ലോ മെയിൻ്റനൻസിൽ വരുന്ന നല്ലൊരു ഫാമിലി വെഹിക്കിൾ അല്ല. മെയിൻ്റനൻസിനെ കുറിച്ച് നമ്മൾ ടയോട്ട ആയതുകൊണ്ട് പേടിക്കുക വേണ്ട. അതിന് പക്കായിട്ടുള്ള വണ്ടിയാണ്. പെട്രോളിലെ ഏറ്റവും ടോപ്പിലോട് വണ്ടിയല്ലേ ഇത് വരുന്നത്? എത്രയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 4.65 കൊടുക്കാം. 4.65 അല്ല. ഇത് നമുക്ക് ലോൺ ഏകദേശം എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ഒരു 4 രൂപന്റെ അടുത്ത് നമുക്ക് ലോണും ചെയ്യാൻ. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം കേട്ടോ. ഇവിടെ നമുക്ക് തവണ അടുത്ത് 2 നല്ല കിഡിലും ഒരു i20 വരുന്നുണ്ട്. എലൈറ്റ് i20 ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന വാഹനം. ഇത് നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു വരുന്നത്? 2017 മോഡൽ. 17 മോഡൽ അല്ലേ. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ സൈഡ് നോക്കുന്നത് ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് സ്പോർട്സ് ആണ്. സ്പോർട്സ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ളതാണ്. സോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ അല്ലേ. ഏകദേശം മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് ഈ ഒരു വാഹനത്തിന്? ഒരു 14-15 ആ റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം നമുക്ക് മെയിൻ്റനൻസ് കുറവുള്ള ഒരു വാഹനമാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 4.65 റേഞ്ചിലൊക്കെ കൊടുക്കാം. 4.65 ആ റേഞ്ചിലൊക്കെ കൊടുക്കാം. ഏകദേശം ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 4 രൂപന്റെ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാം കേട്ടോ. ഞാൻ നമ്മൾ വീണ്ടും നമുക്ക് അതിൻ്റെ ഒരു അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള, അതും നമുക്ക് തിരുരങ്ങാടി രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡൽ ഡീസൽ. 2015 ഡീസൽ. അപ്പോൾ ഡീസൽ വേണമെങ്കിൽ ഡീസൽ ഉണ്ട്, പെട്രോൾ വേണമെങ്കിൽ അല്ല. കിഡ്ല അലോയൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1 ലാഖിന്റെ റേഞ്ചില്ല. ഹിസ്റ്ററിയൊക്കെ എല്ലാം പക്കയല്ല വണ്ടി വരുന്നത്? എല്ലാം പക്ക. മേജർ ആക്സിഡന്റ് ക്ലൈമുകളൊന്നും ഒന്നുമില്ല. ടോട്ടൽ ലോസ് ഫ്ലഡ് എല്ലാ വണ്ടിക്കും ഗ്യാരണ്ടി ആണ്. അപ്പോൾ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, അതേപോലെ ഫ്ലഡിനൊക്കെ നമുക്ക് 100% നമുക്ക് ഗ്യാരണ്ടി വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീസലിൽ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അപ്പോൾ കമ്പനി അലോയ്സ് മാറ്റി നല്ലൊരു കിഡ്ല അലോയൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള വാഹനമാണ്. മൈലേജ് ഒരു 20 പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? എത്ര രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 490. 490. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഒരു 50 രൂപേൻ്റെ അടുത്തുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? ഇനി അടുത്ത ഒരു ചെറിയൊരു വാഹനം, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഒരു അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ലൊരു വാഹനമാണ്. ന്യൂ മോഡൽ വരുന്നൊരു സാൻഡ്രോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡൽ. 2019. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80 സംതിങ് കിലോമീറ്ററിൻ്റെ അടുത്ത്. ഓക്കെ, 80 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. യെസ്. ഇതിൽ നമുക്ക് എത്രയും ചെറിയ വാഹനമാണെങ്കിൽ റിയറിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിയറിൽ വൈപ്പർ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. ഇവിടെ തിരൂർ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 365. 365. ചെറിയൊരു പ്രൈസിന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം ഉണ്ടാവും അല്ല? ഏകദേശം ലോണൊക്കെ ഏകദേശം ഒരു 3-3.25 രൂപന്റെ അടുത്ത് ലോൺ ചെയ്താൽ 10-30 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ലോ കിലോമീറ്റർ കൂടി നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം. ഇത് നമുക്ക് നേരത്തെ എലൈറ്റ് i20 പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു ആക്റ്റീവ് എന്ന സ്പെഷ്യൽ എഡിഷൻ, അതായത് ക്രോസ് മോഡലാണ്. ഇത് നമുക്ക് റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് കമ്പനി തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ? പെട്രോൾ ആണ് അല്ലേ? ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 മോഡൽ. 16 മോഡൽ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1,00,000 കിലോമീറ്ററോടെ തേർഡ് ഓണർ വണ്ടി അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് 100% ഗ്യാരണ്ടി പറയാം അല്ലേ? യെസ്. അപ്പോൾ എത്ര ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 465. 465 ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പിലോട് വണ്ടിയാണ്.
അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഈ സെഗ്മെന്റിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വേറൊരു സീരീസ് ഉണ്ട് ഇല്ലാന്ന് തന്നെ പറയാം. ഏകദേശം നമുക്ക് 50 രൂപയ്ക്ക് വേണ്ടി ഇറക്കാം അല്ല, ഇറക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ഇത് നമുക്ക് പെർഫോമൻസും അത്യാവശ്യം മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്കൊരു ബെസ്റ്റ് വാഹനമാണ് നിസാന്റെ മൈക്ര. അത് നമുക്ക് അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് ഡീസലാണോ അത് പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. സോ നമുക്ക് CVT ഓട്ടോമാറ്റിക്കില് നമുക്ക് നല്ല കംഫർട്ടും ഈവൻ നമുക്ക് ലേഡീസിന് വരെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. കാരണം നമുക്ക് ഈ ലോഡ് അസിസ്റ്റന്റ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു വാഹനമാണ്. സോ നല്ല കംഫർട്ടായിട്ടും പുതിയൊരു വാഹനമൊക്കെ എടുത്ത് പഠിച്ചവരെയൊക്കെ സംബന്ധിച്ചും നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. എത്രയായിരുന്നു ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. എത്ര കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 1 lakhന്റെ ഉള്ളിൽ CVT ഗിയർ ബോക്സിലുള്ള വണ്ടിയാണ്. എത്ര കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പെർഫെക്റ്റ് ആണ്. 365 റേഞ്ചിലൊക്കെ കൊടുക്കാം. ഒരു ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് മാക്സിമം ഒരു 3 രൂപ റേഞ്ചിലൊക്കെ ലോൺ. 10 രൂപ വേണമെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ. അടുത്ത നമുക്കൊരു സ്വിഫ്റ്റ് ആണ്. നിലവിൽ നമുക്ക് 3 സിലിണ്ടർ ആണ്. അപ്പോൾ 4 സിലിണ്ടർ ഒക്കെ നോക്കി നടക്കുന്നവരെ സംബന്ധിച്ച് K-Lite തൃശ്ശൂർ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 18 മോഡല്, സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ഇതാവണു. നമുക്ക് 4 സിലിണ്ടറിൽ തന്നെ വരുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് അല്ലേ. ZXi ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ എത്രയായിരുന്നു വരുന്നത്? കിലോമീറ്റർ 110 അല്ലേ. പുഷ്പട്ട് സ്റ്റാർട്ടിങ് അങ്ങനെ ഏറ്റവും Z കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. കിലോമീറ്റർ പറഞ്ഞാൽ 110. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? 5 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. 5 രൂപ അല്ല, ഏകദേശം ഒരു 19 രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കി ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇതാവണു ചെറിയൊരു ബഡ്ജറ്റിൽ ഡീസൽ വാഹനം നോക്കുന്നവർക്ക് നല്ല കംഫർട്ടും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി റിഡ്സ്, അതും ഡീസൽ വേരിയന്റ്. അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011 മോഡല്, സെക്കൻഡ് ഓണർ, 1.4 ഓടിയ നല്ല ക്ലീൻ വണ്ടി. ഡീസലാണ്. ഫുൾ കട്ട ടയേഴ്സ് ഉണ്ട്. 18-20 തന്നെ മൈലേജ് കിട്ടും. റിയറിലൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് യാത്ര കംഫർട്ട് കൂടുതലുള്ള ഒരു വാഹനമാണ്. സോ റിയർ സൈഡും നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. സോ ഒരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോ മൈനസ് വരുന്ന ഒരു വാഹനം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? 2.10 ഫൈനലായിട്ട് കൊടുക്കും. 2.10 ഫൈനലായിട്ട്. ലോണ് സൗകര്യം ഉണ്ടാവും ഇതിന്? ലോണ് ചെറിയ എമൗണ്ട് എന്തെങ്കിലും ലോൺ ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്തൊരു ബഡ്ജറ്റ് പ്രൈസിലൊരു വാഹനം നോക്കുന്നവർക്ക് നമുക്ക് ഇതാണ് 3 കിടിലൻ വാഹനങ്ങൾ. ഫസ്റ്റ് തന്നെ ഓൾട്ടോയും 2 ഇയോണും വരുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ തന്നെ വരുന്ന ഒരു ഓൾട്ടോയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ്. അത്യാവശ്യം ടയേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു 80-90% തന്നെ ടയേഴ്സും വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 മോഡല്, അൾട്ടോ 800 തുടങ്ങിയ വർഷം. ഓക്കെ, കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.10 ഓടി, സെക്കൻഡ് ഓണർ വണ്ടി. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വാഹനം? നമുക്കൊരു 1.65 കൊടുക്കാം അല്ലേ. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഒരു 40-30 റേഞ്ചിലൊക്കെ വണ്ടി ഇറക്കാം. ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബൈക്കിൽ നിന്ന് ഒരു കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഒരു 5000-ന്റെ ഒക്കെ താഴെയുള്ളൊരു EMI നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ചെറിയൊരു ബഡ്ജറ്റ് കാർ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് നമുക്ക് 2 ഇയോണുകൾ വരുന്നുണ്ട്. ഒന്ന് വൈറ്റും ഒന്ന് നമുക്കൊരു സിൽക്കി ഗോൾഡ് ഒക്കെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാരണം? 2013 മോഡല്, തേർഡ് ഓണർ വണ്ടി, ഡിലൈറ്റ് എന്ന ഓപ്ഷനിൽ. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. അത് നമുക്ക് നല്ല ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല യാത്ര കംഫർട്ടൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കൂടിയാണ്. ഒരു 16-17 മൈലേജും കിട്ടൂല. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ 800cc തന്നെ അതിലേറെ മൈലേജ് കിട്ടും. നമ്മളൊരു ആവറേജ് മൈലേജ് പറഞ്ഞാണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? നമുക്കൊരു 1.65 കൊടുക്കാം. 1.65. ഇതൊരു 10-20 രൂപയ്ക്ക് വേണ്ടി ഇറക്കാം അല്ല? ഇറക്കാം. ഏകദേശം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ചെറിയ EMI, ഒരു ബുള്ളറ്റിന്റെ EMI-ലൊക്കെ നമുക്ക് കൊണ്ടാൻ പറ്റുന്ന ഒരു വാഹനം. അഗെയിൻ ഒരു ഇറ പ്ലസ്, AC-യും പവർ സ്റ്റിയറിംഗും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡല്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.10. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? ഇതൊരു 1.65 കൊടുക്കാം. ഇതും 1.65. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10-20 രൂപയ്ക്ക് ട്രാക്കിനെ നമുക്ക് വണ്ടി ഇറക്കാം. അതേപോലെ തന്നെ നമുക്ക് 5000 താഴെയുള്ള EMI നമുക്ക് ഈ ഒരു വാഹനത്തിന് മന്ത്ലി വരുള്ളൂ. ഇത് നമുക്കൊരു കിടിലൻ വാഗണർ വരുന്നുണ്ട്.
അതും ബ്ലൂ ഫിനിഷിംഗ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2011 മോഡല്. 11 മോഡൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 70 സംതിങ് കിലോമീറ്റർ ആണ്. അത് നമുക്ക് നല്ല യാത്ര കംഫർട്ടും അതേപോലെ ലേഡീസിനൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിന്റെ ഷേപ്പ് കൊണ്ടൊക്കെ റിയറിലും നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ ഉള്ള സുഖമുള്ള ഒരു വാഹനമാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 220 കൊടുക്കാം. 220. ലോണ് നമുക്ക് ചെറിയ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കൊരു കിടലം വാഹനമായിട്ടാണ് വന്നത്. നിസാന്റെ സണ്ണിയാണ്. ഡീസൽ വണ്ടി അല്ലത് വരുന്നത് വണ്ടിയാണ്. XV ആണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. നമുക്ക് നോക്കി നല്ല സ്പേഷ്യസ് ആണ്. അതിലിറക്കി ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് മൈലേജ് തന്നെയാണ്. ലോങ് ഡ്രൈവിൽ 22 വരെയൊക്കെ നമുക്ക് മൈലേജ്, അതിൽ കൂടുതൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, കമ്പനി അലോയ്സ്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു കിഡ്ലൻ സെഡാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല്? 2012 മോഡല്, 3rd ഓണർ വണ്ടി. കിലോമീറ്റർ എത്രയായിരുന്നു? 1.25 ഓടി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്കൊരു ഫൈനൽ ഒരു 2.25 ഫൈനലോട് 2.25 ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 19 രൂപയ്ക്കാണ് വേണ്ടി ഇറക്കാം അല്ലേ? ലോണ് സണ്ണിക്ക് കൂടുതൽ ലോണ് കിട്ടാൻ പ്രയാസമാണ്. ഓക്കെ, എന്നാലും ട്രാക്കിന് അത്യാവശ്യം എമൗണ്ട് കയറ്റാം അല്ലേ? ഇങ്ങനെ നമുക്ക് നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമുക്കൊരു ഹോണ്ടയുടെ BRV വന്നിട്ടുണ്ട്. അവിടെ 2 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് എസ് വേരിയന്റ് ആണ്. ഇത് ഡീസലാണോ അത് പെട്രോൾ ആണോ? ഡീസൽ തന്നെയാണ്. ഇതിന്റെ ഹൈലൈറ്റ് നമുക്ക് 7 സീറ്ററിൽ മൈലേജ് നോക്കുന്നവർക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല്, കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് 2017 മോഡല് VS SV. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മറ്റേ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. എല്ലാം ഉണ്ട്. മേജറായ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ വാഹനം? ഇപ്പൊ എല്ലാം നമുക്കൊരു 5.25 രൂപ. 5.25 നമ്പറായിട്ട് 5.25. ഇപ്പൊ സിംഗിൾ ഓണറിലാണ് വണ്ടി കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ NOC എടുത്ത് തരൂല. അപ്പൊ നമുക്ക് നേരെ സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ട് നമുക്ക് നമ്പർ ആക്കിയിട്ട് തരും. അത് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലോണൊക്കെ ചെയ്യാനും പറ്റും. നമ്പർ ആക്കിയിട്ടൊക്കെ വേണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടാവും അല്ലേ? അടുത്തതാണ് നമുക്ക് നല്ലൊരു മാരുതിയിൽ നല്ലൊരു സെഡാൻ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാരുതി സുസുക്കി സിയാസ്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണോ? ടോപ്പ് ലോഡ് വണ്ടി ഓട്ടോമാറ്റിക് ഡീസലാണോ വരുന്നത്? പെട്രോൾ ഓട്ടോമാറ്റിക്. അങ്ങനെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള സെഡാനാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മിറേഴ്സ്, ഫോട്ടോ പവർ വിൻഡോ, കമ്പനി ഇൻബിൾട്ടിൻ്റെ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ്, 2 സൈഡ് എയർ ബാഗ്, ആൻഡ്രോയിഡ് സിസ്റ്റം, ഹാൻഡ് റെസ്റ്റ്. റിയറിലാണ് നമുക്ക് ചാർജിങ് പോയിന്റ്സ് വരുന്നുണ്ട്. AC വെന്റ് വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡല്, സെക്കൻഡ് ഓണർ, 1.25 ഓടിയ വണ്ടി. എത്രയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കൊരു 5.65 റേഞ്ചിലൊക്കെ കൊടുക്കാം. 5.65 റേഞ്ചിൽ അല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന്? 5 രൂപ റേഞ്ചിൽ കൊടുക്കാം. 10 രൂപ വണ്ടി സുഖമായിട്ട് ഇറക്കാം. ഓട്ടോമാറ്റിക്കല് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? എങ്കിലും വീണ്ടും നമുക്കൊരു ഡീസൽ റിഡ്സ് ആണ് വരുന്നത്. കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡല്, 3rd ഓണർ, 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2014 3rd ഓണർ ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ ആണ് വരുന്നത് അല്ലേ? ഏകദേശം ഒരു 18-20 മൈലേജും കിട്ടും. മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അതേപോലെ നമുക്ക് യാത്രാ കംഫർട്ട് നോക്കുന്നവർക്കും മെയിൻ്റെനൻസ് കുറവുള്ള ഒരു ഫാമിലി കാർ എന്ന് പറയാം. സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ട് മാറ്റി എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ ഓടിയാൽ മതി. നേരെ ഡീസൽ അടിച്ചങ്ങ് ഓടുക അല്ല? എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്കൊരു 2.85 കൊടുക്കാം. 2.85 അല്ലേ? 14 വണ്ടി ചെറിയ രൂപത്തിൽ ലോണും ചെയ്യാൻ പറ്റില്ല. ഫുൾ ഓൺ തന്നെ കയറും അല്ല? അപ്പോൾ ട്രാക്കിന് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടാവും. പിന്നെ അഗെയിൻ നമുക്കൊരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. ചെറിയൊരു ബഡ്ജറ്റ് ഒരു മിനി SUV ടൈപ്പ് വാഹനമൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് റെനോയുടെ ക്ലൈംബർ അല്ലേ? 2023 മോഡലാണ്. 23 മോഡൽ. അപ്പോൾ മോഡൽ കൂടിയ വണ്ടിയാണ്. ഡുവൽ ടൂൺ ആണ് ക്ലൈംബർ. നോക്കി നിങ്ങൾ, അത് ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ? ഓട്ടോമാറ്റിക്. അതാണ് ഈ ഒരു നോബ് മാത്രമാണ് ഉള്ളത്. സോ നമുക്ക് ജസ്റ്റ് ന്യൂട്രൽ, റിവേഴ്സ്, ഡ്രൈവ് ഈ ഒരു ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ലേഡീസിനൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് കൊണ്ട് നടക്കാനും ഒരു ഈസി ലാഗിങ് ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. സോ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കമ്പനി ഇൻവെർട്ടർ, റിയർ ക്യാമറ, അതേപോലെ കമ്പനി ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, ടയറൊക്കെ നോക്കി നല്ല ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 23 മോഡൽ, 20,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർ വണ്ടി അല്ല? വേറെ ക്ലെയിമോ ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്ക് ഫൈനൽ ഒരു 4.65 കൊടുക്കാം. 4.65 അല്ലേ? ഒരു ബെസ്റ്റ് പ്രൈസിന് ലോ കിലോമീറ്റർ ഒരു ഓട്ടോമാറ്റിക് മോഡൽ ന്യൂ കാറൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് ഓട്ടോമാറ്റിക് അല്ലേ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ കയറില്ല. ഒരു 19 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 50 രൂപ 40 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. എങ്കിലും വീണ്ടും നമുക്കൊരു റിഡ്സ് തന്നെയാണ് വരുന്നത്. അത് ന്യൂ ഷേപ്പ് ആണ് വരുന്നത്.
KL41 ആണ് രജിസ്ട്രേഷൻ, സിൽവർ ഫിനിഷിംഗ് ആണ്. ഇത് ഡീസലാണോ അത് പെട്രോൾ ആണോ? ഡീസൽ VDI. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ലൊരു കിടിലൻ വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല്? 2012 മോഡൽ, 3rd ഓണർ വണ്ടി. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 140 ഓടി. വേറെ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? 260 കൊടുക്കാം. 260 അല്ലേ? ചെറിയ രൂപത്തിൽ നമുക്ക് ലോണും ചെയ്യാം. യെസ്. ഫ്രണ്ട്സ്, നമ്മൾ റിയൽ ചോയ്സിലാണ്. ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി ഏകദേശം ഇതിലും കൂടുതൽ വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അടുത്തൊരു പാർട്ടിൽ നമ്മൾ ലെങ്ത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു പാർട്ടിലേക്ക് ആക്കിയിരിക്കുകയാണ്. അതിൽ അത്യാവശ്യം നമ്മൾ എത്തിയോസ് ലിവ, അതായത് ടയോട്ടയുടെ വാഹനങ്ങൾ നോക്കുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. മാരുതിയുടെ SUV-കളുണ്ട്, ഡീസലുണ്ട്. അതും നമുക്ക് ഏറ്റവും ടോപ്പ് ലോഡിൽ ഒരു ബസ്സൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ബെസ്റ്റ് പ്രൈസിനാണ് വരുന്നത്. സോ നമ്മൾ റിയൽ ചോയ്സിലായിരുന്നു. ലൊക്കേഷൻ മറക്കണം, മലപ്പുറം കാവുങ്ങൽ ബൈപ്പാസിലാണ് റിയൽ ചോയ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എത്താൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ ഷെയർ ചെയ്ത് തരും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്ന വീണ്ടും കാണാം. റിയാസ് ആൻഡ് നിസാം സൈനിങ് ഓഫ്.